പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കി. അതാ മുറ്റത്തൊരു മൈന. മുറ്റത്ത് പക്ഷെ മൈനയല്ലായിരുന്നു, മഞ്ഞായിരുന്നു. ആരും പേടിക്കേണ്ട മക്കളെ, ഞാനൊരു പാട്ട് പാടിയതാ. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി. ഞങ്ങളവിടെ ഉണ്ടായിരുന്ന 2 ദിവസവും അവിടെ സ്നോ സ്റ്റോം ആയിരുന്നു. അതായത് രാവിലെ തൊട്ട് ഇങ്ങനെ നിർത്താതെ സ്നോ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ലെഡിങ്ങിനൊക്കെ പോയി. അപ്പോഴൊക്കെ സ്നോ പെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എൻ്റെ ഈ സ്നോ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. ഞാൻ 5-6 വർഷം ബോസ്റ്റണിലായിരുന്നു. അപ്പം ആവശ്യത്തിലധികം സ്നോ സ്റ്റോമും സ്നോയും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിള്ളേരുടെ കൂടെ വന്നപ്പം അതൊരു വേറൊരു വൈബായിരുന്നു. തണുപ്പും സ്നോയും ഒന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇത് പിള്ളേരുടെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വൈബിന് ഞാനങ്ങ് അടിച്ചു പൊളിച്ചെന്നേ ഉള്ളൂ. സ്ലെഡിങ്ങിനുള്ള പോക്കാണത്. എൻ്റെ ഏറ്റവും കുഞ്ഞു ബേബി ജിമ്മി അടിച്ചു പൊളിച്ച് പോകുന്നുണ്ടോ. മാത്യു ജോനായൊക്കെ ഓൾറെഡി സ്ലെഡിങ് തുടങ്ങി. ഏവ പിന്നെ സ്നോയ്ക്കകത്ത് കിടന്ന് മറിയായിരുന്നു. ബിഗ് മാൻ is getting ready. Yep. ജിമ്മി വരുന്ന വരവാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ജിമ്മിയും കൂടെ സ്ലെഡ് ചെയ്തു ഒരുമിച്ച്. ഞങ്ങളും പിള്ളേരെ പോലെ തന്നെ സ്ലെഡിങ് എൻജോയ് ചെയ്തു. സ്നോയിലുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു സീനിക് ഡ്രൈവിന് പോയി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങളൊരു നാപ്പൊക്കെ എടുത്തു. രാത്രികളുടെ ഡിന്നറെല്ലാം കുക്ക് ചെയ്ത് കഴിച്ച് സ്വസ്ഥമായിട്ടൊരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം കിടന്നുറങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്.